നമസ്കാരം വ്യൂവേഴ്സ്. ഇത് ഗവൺമെൻറ് മലമ്പുഴയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ Govt ITI മലമ്പുഴ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലാണ്. ചാനലിലേക്ക് സ്വാഗതം. ചാനലിൽ ടർണർ മെഷീനിസ്റ്റ് ട്രേഡുകളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ CNC പ്രോഗ്രാമിങ്ങിൻ്റെ വീഡിയോകളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ശ്രീജിത്ത് TV, സീനിയർ ഇൻസ്ട്രക്ടർ, ടർണർ ട്രേഡ്, ഗവൺമെൻറ് ITI മലമ്പുഴ. സീരീസിലെ 7ാമത്തെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിലൂടെ നമ്മൾ ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, CNC പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ചാനലിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ആദ്യമായി ത്രെഡ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പ്രൊപ്പറേറ്ററി ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കാം. G33, G34 എന്നീ 2 പ്രൊപ്പറേറ്ററി ഫംഗ്ഷനുകളാണ് ത്രെഡ് കട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് കമാൻഡുകളും G കോഡുകളും നമുക്ക് സാധാരണ സിലിണ്ടറിക്കലായിട്ടുള്ള ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിനും കൂടാതെ ടാപ്പർ ത്രെഡുകൾ കട്ട് ചെയ്യുന്നതിനും ഉപയോഗിക്കാൻ സാധിക്കും. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? G33 എന്ന് പറയുന്നത് ത്രെഡ് കട്ടിംഗ് വിത്ത് കോൺസ്റ്റൻറ്റ് ലീഡ്. G34 എന്ന് പറയുന്നത് ത്രെഡ് കട്ടിംഗ് വിത്ത് കോൺസ്റ്റൻ്റ്ലി വേരിയിങ് ലീഡ്. അതായത് G33 സാധാരണ മാതിരിയുള്ള ഒരേ ലീഡ്, ഒരേ പിച്ച്, കോൺസ്റ്റൻറ്റ് ലീഡായിട്ടുള്ള ത്രെഡുകളെ കട്ട് ചെയ്യുന്നതിനായിട്ടാണ്, നിർമ്മിക്കുന്നതിനായിട്ടാണ് G33 എന്നുള്ള കോഡ് ഉപയോഗിക്കുന്നത്. അതേസമയം G34 എന്ന് പറയുന്നത് ഗ്രാജുവലായിട്ട് ഒന്നാമത്തെ ത്രെഡിൽ നിന്ന് രണ്ടാമത്തെ ത്രെഡിലേക്ക് എത്തുമ്പോൾ ഗ്രാജുവലായിട്ട് ക്രമത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന, ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ്, കൂടുകയോ കുറയുകയോ ചെയ്യുന്ന ലീഡോട് കൂടിയ ത്രെഡുകളെ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് G34 ഉപയോഗിക്കുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ അത്തരം ത്രെഡുകളുടെ അപ്ലിക്കേഷൻ വരുന്നു. നമുക്കറിയുന്നൊരു കാര്യമാണ്, ത്രെഡ് കട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് ആവശ്യമായത് സ്പിൻഡിലിൻ്റെ മൂവ്മെൻറ്റിന് ആനുപാതികമായി കട്ടിംഗ് ടൂൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. സ്ഥിരമായ ഒരേ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അഥവാ ടൂൾ കൃത്യമായ ഒരു പാത്തിലൂടെ മൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായത് സ്പിൻഡിലിൻ്റെ കറക്കത്തിന് അല്ലെങ്കിൽ സ്പിൻഡിലിൻ്റെ പൊസിഷന് ആനുപാതികമായ പ്രൊപ്പോർഷണലായ ഒരു രീതിയിൽ ടൂൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിക്കൊണ്ട് ത്രെഡ് കട്ടിംഗ് മെക്കാനിസം എല്ലാം സാധാരണ ലേത്തുകളിലുണ്ട്. CNC മെഷീനുകളിൽ അതിനായി പ്രത്യേക മെക്കാനിസം അല്ല, മറിച്ച് ചെയ്യുന്നത് എന്താണ്, ഒരു പൊസിഷൻ എൻകോഡർ ഉപയോഗിച്ച് സ്പിൻഡിലിൻ്റെ പൊസിഷൻ റിയൽ ടൈം മെഷർ ചെയ്തുകൊണ്ടേയിരിക്കും, എല്ലായ്പ്പോഴും മെഷർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അപ്പോഴതിൻ്റെ RPM അല്ലെങ്കിൽ വേഗത, പൊസിഷൻ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും മെഷീന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫീഡ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ എത്ര മില്ലിമീറ്റർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എത്ര ഇഞ്ച് മൂവ്മെൻറ്റ് ടൂളിന് വേണം എന്നുള്ളത് ടൂളിന് നൽകും. അപ്പോൾ സ്പിൻഡിലിൻ്റെ പൊസിഷനെ കൺവേർട്ട് ചെയ്തിട്ട് ഫീഡ് റേറ്റാക്കി മാറ്റുന്നതിനുള്ള ഒരു റിയൽ ടൈം സംവിധാനം മെഷീനിലുള്ളതാണ്, കൺട്രോളറിനുള്ള സംവിധാനമാണ് ഈ G33 എന്നുള്ള കോഡിനെ അല്ലെങ്കിൽ ത്രെഡ് കട്ടിംഗ് എന്നുള്ള ഓപ്പറേഷനെ സാധ്യമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോൺസ്റ്റൻറ്റ് സർഫസ് സ്പീഡ് വെച്ചിട്ടായിരുന്നു G00, 01 ചെയ്യുമ്പോൾ ചെയ്തിരുന്നത്. 01 ആയിരുന്നാലും 02 ആയിരുന്നാലും 03 ആയിരുന്നാലും കോൺസ്റ്റൻറ്റ് സർഫസ് സ്പീഡാണ് കൂടുതൽ ഫിനിഷ് നൽകിയത്. അതേസമയം ത്രെഡ് കട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നിർബന്ധമായും സ്പിൻഡിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സർഫസ് സ്പീഡല്ല, സ്പിൻഡിൽ സ്പീഡ് അഥവാ മെഷീൻ്റെ RPM കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് മാത്രമേ ത്രെഡ് കട്ടിംഗ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് സൈക്കിളിൻ്റെ G കോഡിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം. G33 ആണെങ്കിൽ G33 XZF, G34 XZFK. G33 എന്നും G34 എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി വേർഡുകളാണ്, വേർഡ് ഫംഗ്ഷനാണ്. XZ എന്ന് നൽകുന്നത് എൻഡ് പോയിൻ്റ് ഓഫ് ത്രെഡാണ്, കോർഡിനേറ്റ് വാല്യൂ ആണ് നൽകുന്നത്. നമ്മൾ G01 ഉപയോഗിക്കുമ്പോഴും G00 ഉപയോഗിക്കുമ്പോഴും മറ്റെല്ലാ G കോഡുകൾ ഉപയോഗിക്കുമ്പോഴും എന്താണ് ചെയ്തിരുന്നത്, എവിടെ നിന്നാണോ ആരംഭിക്കേണ്ടത് അവിടെ ടൂളിനെ കൊണ്ടു നിർത്തും. എന്നിട്ട് കോഡിൽ എവിടെയാണോ അവസാനിക്കേണ്ടത് അവിടുത്തെ കോർഡിനേറ്റ് വാല്യൂ നൽകും. ഇതിലും അതേപോലെ തന്നെ എവിടെ നിന്നാണോ ആരംഭിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി ടൂളിനെ പ്ലേസ് ചെയ്ത ശേഷം
നമുക്ക് ഏതുവരെയാണോ ത്രെഡ് വേണ്ടത് അഥവാ എൻഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് വാല്യൂ നമ്മൾ കോഡിനൊപ്പം നൽകും. പിന്നീട് എഫ് ഉണ്ട്. സാധാരണ ഫീഡാണ് നൽകിയിരുന്നത്, പക്ഷേ ഇവിടെ ഫീഡല്ല, ഇവിടെ നൽകുന്നത് ലീഡാണ് നൽകേണ്ടത്. പിച്ച് എന്നുള്ള പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, ലീഡ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിച്ചും ലീഡും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. പിച്ചിൻ്റെ നമ്പർ ഓഫ് സ്റ്റാർട്ടാണ് ലീഡ് എന്ന് പറയുന്നത്. ഒരേ ത്രെഡിൻ്റെ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരമാണ് ലീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കട്ട് ചെയ്യുന്ന ത്രെഡിൻ്റെ ലീഡാണ് ഇവിടെ എഫ് ആയിട്ട് നൽകേണ്ടത്. അത് ഏത് റേഞ്ചിൽ നൽകാൻ പറ്റും? 0.0001 മില്ലിമീറ്റർ മുതൽ 500 മില്ലിമീറ്റർ വരെ ലീഡ് നൽകിക്കൊണ്ട് കട്ട് ചെയ്യുന്നതിന് CNC മെഷീനിൽ സാധിക്കും. ഇത്രയും ആക്യുറേറ്റായിട്ട് നമുക്ക് മാനുവലായിട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ G34 ഉപയോഗിക്കുമ്പോൾ അഡീഷണലായിട്ട് കെ എന്നൊരു ലെറ്റർ കൂടി കാണാം. എന്താണ് കെ? കെ എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓഫ് ലീഡ് പെർ സ്പിൻഡിൽ റവല്യൂഷൻ. ക്രമാനുഗതമായി മാറുന്നു, ലീഡ് മാറുന്നു എന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ ഈ മാറുന്നതിൻ്റെ അളവ് ഓരോ റവല്യൂഷൻ കഴിയുമ്പോഴും എത്ര വെച്ചാണ് ലീഡിൽ കൂടൽ അല്ലെങ്കിൽ കുറയൽ വേണ്ടത് വെച്ചാൽ ആ വ്യത്യാസത്തിൻ്റെ അളവിനെയാണ് കെ എന്നുകൊണ്ട് നൽകുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു മൾട്ടിഷാർട്ട് ത്രെഡാണ് കട്ട് ചെയ്യേണ്ടത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ G33 ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്ങനെ ചെയ്യുന്നത്? സാധാരണ മെഷീനിൽ ചെയ്യുന്ന പോലെ ഒരു ത്രെഡ് കട്ട് ചെയ്ത ശേഷം രണ്ടാമത്തെ ത്രെഡ് സ്റ്റാർട്ട് ചെയ്ത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്, ഒന്നിച്ചല്ല കട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയത് പൊസിഷൻ ചെയ്യുക? നമുക്ക് മാനുവലായിട്ട് ചെയ്യുന്ന സമയത്ത് മെഷീനിൽ ത്രെഡ് രണ്ടാമത്തെ ത്രെഡ് അല്ലെങ്കിൽ മൂന്നാമത്തെ ത്രെഡ് പ്ലേസ് ചെയ്യുന്നതിന്, പൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3-4 മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായി ഡിസ്റ്റൻസ് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ Z2 വെച്ചിട്ട് ഒരു 6 mm പിച്ചുള്ള ത്രെഡ് സ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കുക. അത് കഴിഞ്ഞ് അതിനുള്ളിലൂടെ എനിക്ക് 6 mm പിച്ചുള്ള രണ്ടാമത്തെ ത്രെഡ് വേണം. അപ്പോൾ X4 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. Z4 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് ഡിവൈഡ് ചെയ്യാം. ഇങ്ങനെ ഏതിനെ ഡിവൈഡ് ചെയ്യുന്നത്? പിച്ചിൻ്റെ ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ലീഡിൻ്റെ ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്ത് സ്റ്റാർട്ട് വ്യത്യാസം വരുത്താം. നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് സ്പിൻഡിലിൻ്റെ പുറത്തായിരിക്കും മാത്രം. സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ മാറ്റി കൊടുക്കണം. കൊടുത്തുകൊണ്ട് നമുക്കതിൽ മൾട്ടി സ്റ്റാർട്ട് ത്രെഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഏകദേശം മാനുവലായിട്ട് ചെയ്യുന്നതായിട്ട് സമാനമാണ്, പക്ഷേ കൃത്യത കൂടുതലായിരിക്കും. കാരണം സ്പിൻഡിലിൻ്റെ പൊസിഷൻ മാറുന്നില്ല എന്നതുകൊണ്ട് വളരെയധികം കൃത്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഡെപ്ത്ത്, ത്രെഡ് ചെയ്യണമെങ്കിൽ ഡെപ്ത്ത് കൊടുക്കണമല്ലോ. ഡെപ്ത്ത് മാനുവലായിട്ട് കണ്ടെത്തി നമ്മൾ എത്ര പാസിലൂടെ കട്ട് ചെയ്യണം നേരത്തെ തീരുമാനിച്ച് ഡിവൈഡ് ചെയ്ത് 2, 3, 4 ആയിട്ട് ആദ്യമേ തന്നെ കണക്കാക്കി വെക്കും. അപ്പോൾ ഓരോ പാസിനനുസരിച്ചിട്ട് എത്രയാണ് ഡയമീറ്റർ വരിക എന്നുള്ളത് നേരത്തെ കൂട്ടി കണക്കാക്കി വെക്കണം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാണാം. ഇവിടെ ത്രെഡ് കട്ടിങ് ഏതാണ്? M25/2, അതായത് 25 mm ഡയമീറ്റർ, മേജർ ഡയമീറ്റർ 25 mm വരുന്ന 2 mm ലീഡ് പിച്ചാണ്. സിംഗിൾ ഷാർട്ട് ആയതുകൊണ്ട് പിച്ചും ലീഡും ഒന്ന് തന്നെയാണ്. 2 mm പിച്ചുള്ള ഒരു മെട്രിക് ത്രെഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 25 mm ഡയമീറ്ററിലേക്ക് ടേൺ ചെയ്തൊരു ബ്ലാങ്ക് നമ്മളെടുത്ത് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മളെടുക്കുന്ന വർക്ക് പീസ് എന്താ പറയുക 25 mm ഡയമീറ്റർ കറക്റ്റ് ചെയ്ത് ഷോൾഡർ ടേൺ ചെയ്ത് 2 ചാംഫറും ചെയ്ത ശേഷമുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. മറ്റു ഓപ്പറേഷനുകൾ ഇതിനു മുമ്പ് ചെയ്ത കോഡ് ഉപയോഗിച്ചുള്ള ഉദാഹരണങ്ങൾക്ക് സമാനമായതുകൊണ്ട് സമയനഷ്ടം ഒഴിവാക്കാനായിട്ടാണ് അങ്ങനെ അസ്യൂം ചെയ്യുന്നത്. സാധാരണ ആദ്യം മുതൽ എഴുതേണ്ടി വരുന്ന സമയത്ത് ഫേസിങ്ങും പ്ലെയിൻ ടേണിങ്ങും ചാംഫറിങ്ങും ഗ്രൂവിങ്ങും എല്ലാം നമ്മൾ എഴുതണം. ഇവിടെ ത്രെഡിങ്ങിൻ്റെ മാത്രമേ പ്രോഗ്രാം തരുന്നുള്ളൂ. അതും പഠിക്കുന്നത് ത്രെഡിങ് എന്നുള്ള കോഡായതുകൊണ്ടാണ് അത് മാത്രമായിട്ട് തന്നിട്ടുള്ളത്. വി ത്രെഡ് എത്രയാണ് ഡെപ്ത് വരിക? 0.64 P, 0.64 ഗുണം പിച്ച്. അപ്പോൾ വി ത്രെഡാണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്. 2 mm പിച്ചാണ് വേണ്ടത്. അതുകൊണ്ട് ഡെപ്ത് ഓഫ് കട്ട് = 0.64 × 2 = 1.2 mm, 1.28 mm ഡെപ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ച് ഡെപ്ത് കൊടുക്കുന്നില്ല. പകരം എങ്ങനെ കൊടുക്കാം? 0.5 വീതം 2 ഡെപ്തും 0.28 ഒരു ഡെപ്തും കൊടുക്കാം. അപ്പോൾ 0.5 ഡെപ്ത് കൊടുത്താൽ ഡയമീറ്ററിൽ 1 mm കുറയും. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലാണല്ലോ, അതുകൊണ്ട് ഡെപ്ത്
0.5 കൊടുക്കുമ്പോൾ ഡയമീറ്ററിൽ 1 mm കുറഞ്ഞ് 25 എന്നുള്ള 24 ആവും. പിന്നെ വീണ്ടും 0.5 കൊടുക്കുമ്പോൾ 23 ആവും. പിന്നീട് 0.28 കൊടുക്കുമ്പോൾ 22.44 ആവും. അപ്പോൾ മൈനർ ഡയമീറ്റർ 22.44 ആണ്. അല്ലെങ്കിൽ ഫൈനൽ ത്രെഡിൻ്റെ കട്ട് 22.44 ചെയ്യേണ്ടത്. എല്ലാത്തിലും ത്രെഡ് കട്ടിങ്ങിന് G33 എന്നുള്ള വേർഡ് അഡ്രസ് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് കിടക്കാം. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം നമ്പർ 0006. ദെൻ ഫസ്റ്റ് ബ്ലോക്ക് G21, മെട്രിക് ഡാറ്റ ഇൻപുട്ടാണെന്നുള്ള G21. G99 ഫീഡ് നൽകുന്ന mm/revolutionലാണെന്നുള്ളതാണ് G99. G28 U0 W0, അതായത് ടൂൾ ടാർട്ടിനെ റഫറൻസ് പൊസിഷനിലേക്ക് നീക്കി നിർത്തി. ബില്ലറ്റ് സൈസ് X25, Z 55, അഥവാ 25 mm ഡയമീറ്റർ, 55 mm നീളമുള്ള പീസ്. ഞാൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, പ്രീ മെഷീൻ്റെ പാർട്ടാണ്, ത്രെഡ് മാത്രമേ കട്ട് ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നുള്ള രീതിയിലാണ് പ്രോഗ്രാം ഇനി അങ്ങോട്ട് എഴുതിയിട്ടുള്ളത്. G97 S1000 കോൺസ്റ്റൻറ്റ് സ്പിൻഡിൽ സ്പീഡ്. സർഫസ് സ്പീഡായാലും നമ്മൾ മറ്റ് പ്രോഗ്രാമുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് കോൺസ്റ്റൻറ്റ് സ്പിൻഡിൽ സ്പീഡാണ് സെറ്റ് ചെയ്യുന്നത്. ത്രെഡിങ്, നർലിങ് തുടങ്ങിയ ചില ഓപ്പറേഷനുകൾക്ക് കോൺസ്റ്റൻറ്റ് സ്പിൻഡിൽ സ്പീഡിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അടുത്ത ടൂൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് M06 ടൂൾ ചേഞ്ച്. T202 രണ്ടാമത്തെ പൊസിഷനിലാണ് ത്രെഡിങ് ടൂൾ ഇരിക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിൻ്റെ ഓഫ്സെറ്റ് ഡാറ്റ കൊടുത്തിട്ട് രണ്ടാമത്തെ പേജിലാണ്. നാലാമത്തെ ബ്ലോക്ക് M40. മുമ്പ് ഏതെങ്കിലും ടൂളിൻ്റെ ഇതുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് M03 സ്പീഡിൽ ഫോർവേഡ് ഡയറക്ഷനിൽ ഓൺ ചെയ്യും. അടുത്തായിട്ട് റാപ്പിഡായിട്ട് വർക്കിനടുത്തേക്ക് ടൂളിനെ കൊണ്ടുവരികയാണ്. G00 X24 Z2. ഇവിടെ ഇപ്പോൾ ഡെപ്ത് തന്നെ കൊടുത്തു, പ്രീ മെഷീൻ ചെയ്ത വർക്കാണല്ലോ. അതുകൊണ്ട് Z2 എന്ന് പറയുമ്പോൾ വർക്കിൻ്റെ പുറത്ത് 2 mm പുറത്താണ് നിൽക്കുന്നത്. X24 ആദ്യത്തെ ത്രെഡിൻ്റെ ആദ്യത്തെ ഡെപ്ത് 0.5 കൊടുക്കുമ്പോഴുള്ള ഡയമീറ്ററാണ് 24 എന്ന് പറയുന്നത്. പൊസിഷൻ ചെയ്തു. M08 കൂളൻ്റ് ഓൺ ചെയ്തു. അതിനുശേഷം ത്രെഡ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്. G33 X24 Z-3 F2 എന്നാണ് ശരിക്കും വരിക. പക്ഷേ X നേരത്തെ പറഞ്ഞ 24 തന്നെ ആയതുകൊണ്ട് X എഴുതിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. മോഡൽ കോഡുകളിൽ എല്ലാ പാരാമീറ്റേഴ്സും റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല. അടുത്ത മോഡൽ കോഡ് വരുമ്പോൾ ക്യാൻസൽ ആവുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചെഴുതിയാൽ മതി. ഇതിൽ G33 X24 Z-30 F2 എന്നെഴുതുന്നതിന് സമാനം തന്നെയാണ്. അതേ എഫക്റ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നു G33 Z-30 F2 എന്നെഴുതുമ്പോൾ. ടൂള് 24 തന്നെ ആയിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെ നമുക്ക് 30 mm നീളത്തിൽ 0.5 mm ഡെപ്തോട് കൂടിയിട്ട് ഒന്നാമത്തെ പാസ് ത്രെഡിൻ്റെ ഫസ്റ്റ് പാസ് കഴിഞ്ഞു. ഇനി ടൂളിനെ റിലീവ് ചെയ്യണം. ടൂളിനെ റിലീവ് ചെയ്യാൻ വേണ്ടി G00 U6 റിട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താ U6 ഉപയോഗിച്ചത്? സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ G00 X32 എന്നൊക്കെ കൊടുക്കും. 25-നേക്കാളും പുറത്തേക്ക് നീക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് പുറത്തേക്ക് അങ്ങ് നീക്കി നിർത്താം. ഇവിടെ U6 ആണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഇൻക്രിമെൻ്റൽ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുമ്പോഴാണ് എക്സും സെറ്റ് ഉപയോഗിക്കാറ്. ഇൻക്രിമെൻ്റൽ വാല്യൂ ഉപയോഗിക്കുമ്പോൾ UVW ആണ് ഉപയോഗിക്കുക. നമുക്കറിയുന്നതാണ്. U എന്നത് എക്സിനും എക്സ് ആക്സിസിലെ വാല്യൂവും Z ആക്സിസിലേത് W കൊണ്ടുമാണ് കൊടുക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ 6 mm പുറത്തേക്ക് സേഫാക്കി നിർത്തുകയാണ്. പോസിറ്റീവ് കൊടുത്തുകൊണ്ട് റേഡിയലി ഔട്ട്വേർഡാണ്, മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് ഉറപ്പ് വരുത്താം. അങ്ങനെ ടൂളിനെ 6 mm പുറത്തേക്ക് റിട്രാക്ട് ചെയ്തു. Z2 ടൂള് വലത്തോട്ട് നീങ്ങി 2 mm വർക്കിന് പുറത്തേക്ക് നിന്നു. അപ്പോൾ G00 തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ബ്ലോക്ക് മോഡൽ ടൈപ്പ് ആയതുകൊണ്ടാണ് G കോഡ് റിപ്പീറ്റ് ചെയ്യാത്തത്. ദെൻ എന്താണ് X23. അപ്പോൾ രണ്ടാമത്തെ പാസിനുള്ള ഡെപ്ത് സെറ്റ് ചെയ്തു. 23.2 എന്നുള്ള പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തി. 0.5 mm ഡെപ്ത് കൊടുക്കണം. അടുത്ത വീണ്ടും G33 ഉപയോഗിച്ചിട്ട് ത്രെഡ് കട്ടിങ് ചെയ്യുന്നു. G33 Z-30 F2 2 mm പിച്ചിൽ 30 mm ദൂരത്തിൽ ത്രെഡ് കട്ട് ചെയ്യും. ത്രെഡ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യാണ്. ഇനി ഒരു തവണയും കൂടി ചെയ്യണം. നമുക്കറിയാം 2 0.5 ഒരു 0.28 ആണല്ലോ കൊടുക്കേണ്ടത്. ഒന്നാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ 0.5 കൊടുത്തു. ടൂളിനെ റിട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി G00 U6 6 mm പുറത്തേക്ക് നിർത്തി. Z2 ടൂളിനെ വർക്കിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു.
22.4 മൂന്നാമത്തെ അല്ലെങ്കിൽ ഫൈനൽ കട്ടിൻ്റെ ഡെപ്ത് ഓഫ് കട്ടിലേക്ക് ടൂളിനെ നീക്കി നിർത്തി. മൂന്നാമത്തെയും അവസാനത്തെയും പാസ്, ത്രെഡ് കട്ടിങ്ങിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും പാസ് G33 Z-30 F2. 15ാമത്തെ ബ്ലോക്ക് എന്താണ്? അവസാനത്തെ ത്രെഡ് കട്ടിങ് പാസ്സാണ്. മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള പാസ്സാണ്. ഇവിടെ 0.28 mm ഡെപ്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 22.44 വർക്കിനെ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നത്. 30 mm നീളത്തിൽ 2 mm പിച്ചിൽ ത്രെഡ് കട്ട് ചെയ്തു. ത്രെഡ് കട്ട് ചെയ്ത ശേഷം എന്താണ്? ടൂളിനെ റിട്രാക്ട് ചെയ്യണം. U6 6 mm പുറത്തേക്ക് ത്രെഡിൽ നിന്ന് ടൂളിനെ റിട്രാക്ട് ചെയ്ത് നിർത്തി. ഇനി ടൂളിനെ റെഫറൻസ് പോയിന്റിലേക്ക് തിരികെ വിളിക്കുകയാണ്. വർക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് G28 U0 W0 റെഫറൻസ് പോയിന്റിലേക്ക് തിരികെ കൊണ്ടുപോയി അതിനുശേഷം കൂളൻ്റ് ഓഫ് ചെയ്യണം. പിന്നെ M09 ടൂൾ നോസ് റേഡിയസേഷൻ ക്യാൻസൽ ചെയ്യുന്നു. M40 ആണ് ടൂൾ നോസ് റേഡിയസ് കോമ്പൻസേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. M40 വേണം. M40 M09 കൂളൻ്റ് ഓഫ് ചെയ്യാനാണ്. അതിൽ M40 വിട്ടുപോയിട്ടുണ്ട്. M05 സ്പിൻഡൽ സ്റ്റോപ്പ്, M30 പ്രോഗ്രാം സ്റ്റോപ്പ് ആൻഡ് റീവൈൻഡ്. സാധാരണത്തെ പോലെ തന്നെ പ്രോഗ്രാം അവസാനിപ്പിച്ചു. ഇവിടെ നമ്മളൊരു ത്രെഡ് കട്ട് ചെയ്യുന്നതിനുള്ള G കോഡ് ഏതാണെന്ന് പഠിച്ചു. അതിൻ്റെ ഫോർമാറ്റ് ഏതാണെന്ന് നോക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ഫോർമാറ്റ് മനസ്സിലാക്കിയ ശേഷം അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, സ്പിൻഡിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം മനസ്സിലാക്കി. മൾട്ടി ഷാർട്ട് ത്രെഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. അതിനെ തുടർന്ന് ഒരു ത്രെഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഡെപ്ത് ഓഫ് ത്രെഡ് കണക്കാക്കി ഡിവൈഡ് ചെയ്ത് പലതായി കൊടുക്കുന്നതിന് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദാഹരണം ഒരു ത്രെഡ് ചെയ്യുന്നതും നമ്മൾ. താങ്ക് യു.